യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് ചാണ്ടി ഉമ്മൻ. തന്നോട് പറയാതെയാണ് പാർട്ടി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ താൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത് എന്നും ചാണ്ടി ഉമ്മൻ. തന്നെ പുറത്താക്കിയത് ആരാണെന്നും എന്തിനാണെന്നും എല്ലാവർക്കും അറിയാം. അത് ഒരു ദിവസം തുറന്നു പറയുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനത് ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കണ്ടേക്കാം. അതിപ്പോൾ നമ്മളെല്ലാം വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ച രീതി എത്തുമോ? ഇപ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചു കാണും, എല്ലാവരും ആ രീതി എത്തുമോ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു. പാർട്ടിക്കറിയാം അതിന്റെ സാഹചര്യം എന്താണെന്ന്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പ്രഖ്യാപിച്ച വിഷയത്തിലും തുറന്നടിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. അബിൻ വർക്കി കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്നതിൽ സംശയമില്ല. അബിന്റെ അഭിപ്രായം കൂടി തേടിയിട്ട് വേണമായിരുന്നു ഒരു തീരുമാനമെടുക്കാനെന്നും ചാണ്ടി ഉമ്മൻ പറയുകയാണ്. ഷിനോജ ടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷിനോജ, രണ്ടു കാര്യങ്ങളിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. തന്നെ ആദ്യം അതിലേക്ക് പോകാം. തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നോട് ചോദിക്കാതെയും അറിയിക്കാതെയുമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത്. പറയുകയാണെങ്കിൽ മാന്യമായി രാജിവെച്ച് പോകുമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. എന്ത് തീരുമാനം എടുത്താലും പോകുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കാണ്. എങ്കിലും ഉമ്മൻചാണ്ടിയുടെ മകനോട് ആ പ്രതിപത്തി ഇല്ല എന്നാണോ ചാണ്ടി പറയുന്നത്? മധു, അബിൻ വർക്കിയെ പിന്തുണച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇന്ന് രാവിലെ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ അത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്തായപ്പോൾ തൻ്റെ സ്വന്തം അനുഭവമൊക്കെ തന്നെ ചേർത്ത് വെച്ചാണ് ചാണ്ടി പറഞ്ഞു നടത്തിയത്. പ്രത്യേകിച്ച് ഇത്തരം വലിയൊരു പൊട്ടിത്തെറി, വലിയൊരു തുറന്നു പറച്ചിൽ ചാണ്ടി ഇന്ന് രാവിലെ നടത്തിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടി ഉമ്മനെ മാറ്റുന്നത് 2024 ജൂലൈ 18 അത് ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനമാണ്. ആ ദിവസത്തിൽ, ആ പരിപാടി നടക്കുന്ന ദിവസത്തിലാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയതായുള്ള ഒരു പത്രക്കുറിപ്പ് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്ന അന്ന് പുതുപ്പള്ളിയിൽ നിന്നുമായി ബന്ധപ്പെട്ട് വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടപ്പാക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ നിർത്തിവെക്കണമെന്നും ഈ പത്രക്കുറിപ്പിലുണ്ടായിരുന്നു. അങ്ങനെ അത് അതോടുകൂടി അവസാനിക്കുന്നു. മാത്രമല്ല, ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്ന് ചാണ്ടി ഉമ്മന് ഒപ്പം ഉണ്ടായിരുന്ന പല നേതാക്കളും, പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പല നേതാക്കളും അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തുള്ള പല നേതാക്കളും ഒക്കെ തന്നെ ചേർന്നാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മനെ ഒതുക്കുന്നത് എന്നൊരു വിമർശനം ആ ഘട്ടത്തിൽ തന്നെ ഉയർത്തിയിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ ആ സമയത്തൊക്കെ തന്നെ മൗനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രതികരണവും ചാണ്ടി ആ സമയത്ത് നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ ചാണ്ടി ഇതെല്ലാം തന്നെ ഒരു പരസ്യമായി തന്നെ തുറന്ന് പറയുകയാണ്. സംസ്ഥാനത്ത് തന്നെ പല നേതാക്കളും ഒക്കെ തന്നെ ചേർന്നാണ് തന്നെ അത്തരത്തിൽ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നാണ് ചാണ്ടി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും തനിക്ക് തുറന്ന് പറയാനുണ്ട്. അത് വരും ദിവസങ്ങളൊക്കെ തന്നെ താൻ തുറന്ന് പറയും. ഇതിപ്പോൾ ഇലക്ഷൻ സമയമായതുകൊണ്ട് തന്നെ അത്തരത്തിലൊന്നും എല്ലാവർക്കും അറിയാമല്ലോ, ആരാണെന്നും എന്തിനാണെന്നും എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആരാണ്, എന്തിനാണ്? അത് യൂത്ത് കോൺഗ്രസിനുള്ളിലുള്ള ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ടീമിന് ഉള്ള ഒരു ചാണ്ടിയുമായുള്ളൊരു എതിർപ്പ് അതൊക്കെ തന്നെ പരസ്യമായ രഹസ്യമാണ്. പലപ്പോഴും പലതവണ ഇത്തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടിയെ നീക്കിയത് പോലും അത്തരത്തിലുള്ള ഷാഫിയുടെയും അതുപോലെ തന്നെ രാഹുലിൻ്റെയും ഒക്കെ തന്നെ ഇടപെടൽ കൂടെ കാണുന്നൊക്കെ തന്നെയാണ് പാർട്ടിക്കുള്ളിലെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു, അത് തനിക്കെതിരെ വരുന്നു എന്ന് തന്നെയാണ് ചാണ്ടി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ രീതിയിൽ അബിൻ വർക്കിക്കും അത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായ നീതി ഇവർ നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ചാണ്ടി പറഞ്ഞു വെക്കുന്നത്. അതായത് ഐ ഗ്രൂപ്പിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് എ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടിരുന്ന ചാണ്ടി ഉമ്മൻ ഐ ഗ്രൂപ്പുകാരനായ അബിൻ വർക്കിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അബിൻ വർക്കിക്ക് ഇത്തരത്തിൽ സ്വാഭാവികമായ നീതി നിഷേധിച്ചോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒക്കെ തന്നെ ചാണ്ടി ഉമ്മൻ പറയും എന്നുള്ള കാര്യമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു മൗന അനുവാദം, മൗന ആശീർവാദം ഈ വിഷയത്തിൽ ചാണ്ടി ഉമ്മന് ഉണ്ട് എന്നൊരു കാര്യം വ്യക്തമാണ്. അങ്ങനെ പരമ്പരാഗതമായ രീതിയിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ തന്നെ പൊളിച്ചെഴുതുന്നതാണ് ഇന്നത്തെ ഈ ചാണ്ടിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. പഴയ എ ഗ്രൂപ്പല്ല ഇപ്പോഴത്തെ എന്തായാലും ചാണ്ടി ഉമ്മൻ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണവുമായി വരുമ്പോൾ അങ്ങനെ എല്ലാവരെയും പോലെ അച്ചടക്കത്തിന്റെ വാൾ വീശാനോ തള്ളിപ്പറയാനോ ഒന്നുമേ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യമായി അവിടെ നിലനിൽക്കുന്നത്.